സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ. ദാവീദാണ് ഈ സങ്കീർത്തനം ചമയ്ക്കുന്നത്. ദാവീദ് പറയുകയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നത് ഞാൻ കാണുകയാണ്. ഒന്ന് ഞാൻ അറിയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. സ്തോത്രം. ഈ വചനം നമ്മൾ ഇച്ചിരി മനസ്സിരുത്തി പഠിക്കുമ്പോൾ ഇതെപ്പോഴാണ് ഈ സങ്കീർത്തനം ചമച്ചതെന്ന് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. ആ സാഹചര്യം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ആകെ തൂക്കം പഠിച്ചാൽ ശത്രു തൻ്റെ ജീവിതത്തിൽ പിടിമുറുക്കിയപ്പോൾ ദാവീദ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. വിളിച്ചപേക്ഷിച്ചാൽ അവനൊരു കാഴ്ച കാണുക, എന്നോട് പോരാടിയ ശത്രു പിന്തിരിയുന്ന കാഴ്ച. ഞാനൊരു വലിയ കാഴ്ച കാണുക. ഇതിനകത്ത് ശത്രു പുറകോട്ട് പോയി കഴിയുമ്പോൾ നിന്റെ ലൈഫിൽ തടഞ്ഞു വെച്ച മുഴുവൻ അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിലേക്ക് നദി ഒഴുകുന്നത് പോലെ ഒഴുകി കയറാൻ പോവുക. നീ അനുഗ്രഹിക്കപ്പെടാൻ സമയമായി. നിന്റെ മേൽ കിടക്കുന്ന വിധി തിരുത്താൻ സമയമായി. നിന്റെ ഗതികേട് പൊട്ടാൻ സമയമായി. എനിക്ക് കാണാം, ഒഴുകി വരുന്ന വെള്ളം പോലെ ചില കുടുംബങ്ങളിലേക്ക് നന്മയുടെ ഉറവ വെളിപ്പെട്ടു വരുന്ന കാഴ്ച ഞാൻ പ്രാർത്ഥനയിൽ കാണുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേട്ടെ. ഹല്ലേലൂയ. മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ആര് സമയം ചെലവഴിക്കുന്നു അവരുടെ ജീവിതത്തിൽ വിജയമുണ്ട്. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? അവരുടെ ജീവിതത്തിൽ വിജയമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഞാൻ കാണുന്ന 1-ാമത്തെ കാഴ്ച, നീ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ശത്രു പിന്തിരിയാൻ തുടങ്ങും. ചിലർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വലിയ നിയോഗം ദൈവം തരാൻ പോവുക. നിന്റെ ബിസിനസ്സിനോട് പോരാടുന്ന, നിന്റെ കുടുംബജീവിതത്തോട് പോരാടുന്ന, നിന്റെ സന്തതിയോട് പോരാടുന്ന, നന്മയോട് പോരാടുന്ന, വാഗ്ദത്തത്തോട് പോരാടുന്ന സകല ശക്തിക്ക് നേരെ പ്രാർത്ഥന എന്ന വജ്രായുധത്തെ അഴിച്ചുവിടുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ ശത്രു പിന്തിരിയും. ഓ ഹല്ലേലൂയ. 2-ാമതൊരു കാഴ്ച ഇവിടെ ഞാൻ കാണുകയാണ്. ഇന്ന് ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം പറയുന്നു, ശത്രു പിന്തിരിയും. ഗ്ലോറി ടു ഗോഡ്. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറും. ദൈവത്തിൻ്റെ മഹത്വം നിന്റെ വീടിനെ മൂടാൻ പോകുകയാ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ വീടിനെ മൂടാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ ദേശത്ത് പരസ്യക്കോലമാക്കുവാൻ, നിന്നെ ദേശത്ത് അപമാനിക്കാൻ എത്ര അധ്വാനിച്ചാലും ഒരു നന്മയും നിന്റെ വീട്ടിൽ ഫലമാകാതെ നിന്നെ ബന്ധിച്ചിടുന്ന ദുഷ്ടന്റെ കൈകൾ ഇന്നു രാത്രി ബന്ധിക്കപ്പെടുക. ഓ, ചില മന്ത്രവാദ ശക്തികൾ പൊട്ടുകയാ. നിനക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന ചില മാനുഷിക ശക്തികൾ, ചില പൈശാചിക ശക്തികൾ നിന്നെ കേസിൽ കുടുക്കാൻ, രോഗിയാക്കുവാൻ, മാനസിക ബന്ധനത്തിലാക്കുവാൻ പിശാച് അഴിച്ചുവിട്ട അസ്ത്രം. ഓ ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആത്മാവിലൊരു കാഴ്ച കാണുക. ചില വീടുകളുടെ മേൽ നിന്ന് ഒരു കറുത്ത കരം പിന്തിരിയുക. നിന്റെ നന്മയെ അമർത്തി വെച്ച, നിന്റെ കുടുംബത്തിൽ വരേണ്ട അനുഗ്രഹങ്ങളെ അമർത്തി വെച്ച, നിന്റെ അഭിഷേകത്തെ ഒതുക്കി വെച്ച ചില ദുഷ്ടശക്തികൾ ഇന്നത്തെ ആരാധനയിൽ പിന്തിരിയുന്നു. ഇനി ഇവിടെ ഒരു ആത്മയുദ്ധം നടക്കാൻ പോവാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഒരു വാക്യം കൂടെ ഇതോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവാ. സ്തോത്രം. ആ ധ്യാനിക്കുന്ന ഭാഗം ഹല്ലേലൂയ, ശൗമേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം. ഹല്ലേലൂയ. 50-51 വാക്യങ്ങൾ. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു, ഫെലിസ്തീനെ കൊന്നുമുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യൻ കണ്ടിട്ട്, തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഒരു വഴിയായി വന്നവൻ
7 വഴിയായി ഓടുന്ന ദിവസങ്ങൾ മുമ്പിൽ വരിക. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ എന്നെ ഇച്ചിരൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഗഹനമായി ദൈവത്തിന് ഇന്ന് സംസാരിക്കാനുണ്ട്. ആദ്യത്തെ ദൂത്, ശത്രു നിന്നെ വിട്ട് പിന്തിരിയും. രണ്ടാമത്തെ ദൂത്, പിന്തിരിയുമല്ല, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്താട്ടെ. നിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില പൈശാചിക വെല്ലുവിളികൾ ഇന്ന് നിന്നെ വിട്ട് ഓടിപ്പോകണം. ഓ രാമീൻ, ഒരു കാഴ്ച കാണണം. ചില വീടുകളെ അസ്വസ്ഥമാക്കിയ, ചില കുടുംബങ്ങളെ തകർത്തു കളഞ്ഞ ചില ദുഷ്ടശക്തികൾ ഇന്ന് ചില വീടുകൾക്കകത്തുനിന്ന് ഓടുന്ന കാഴ്ച. ഞാൻ ഈ വചനത്തിൽ കയറുമ്പം ഒരു കൊച്ചു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാം. എൻ്റെ വീട് ഒത്തിരി പൈശാചിക ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു. ആ വീട്ടിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു ദൈവദാസന്റെ ഒറ്റ പ്രാർത്ഥന എൻ്റെ കുടുംബത്തെ പിടിച്ചൊതുക്കിയ സകല ബന്ധനങ്ങളിൽ നിന്നും 5 മിനിറ്റിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്കകത്ത് വിടുതൽ പ്രാപിച്ചയാളാണ് ഞാൻ. ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ ദൈവം വലിയൊരു ബോധ്യം തരുക. ചില വെല്ലുവിളികൾക്ക് ഇന്ന് ഫുൾ സ്റ്റോപ്പ് വീണേലേ പറ്റൂ. ഇനി ആ വെല്ലുവിളി വേണ്ട. നീ എന്തിനോ ഭയപ്പെടുന്നുണ്ട്, നീ എന്തിനോ പേടിക്കുന്നുണ്ട്. ആ പേടി ഇന്ന് നിന്നെ വിട്ട് ഓടണം. നീ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കത്തില്ല. നിന്നെ ദൈവത്തിൻ്റെ ഗ്ലോറി കൊണ്ട് ദൈവം മൂടാൻ പോവുക. എത്ര പേര് അതിന് ആമയും പറയും? ഇതിനകത്ത് അഭിഷേകം ചുമക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുകയാ. പണം കുറഞ്ഞാലും അഭിഷേകം കുറയരുത്, വാഹനം കുറഞ്ഞാലും അഭിഷേകം കുറയരുത്, ആരെല്ലാം നിന്നെ കൈവിട്ടാലും അഭിഷേകം കുറയരുത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ, പ്രാർത്ഥന കുറയരുത്, വിശ്വാസം കുറയരുത്, അഭിഷേകം കുറയരുത്, ബലം കുറയരുത്. നമ്മൾ എതിർക്കുന്നത് അക്ഷരീക ആയുധം കൊണ്ടല്ല. നമുക്ക് വചനത്തിലോട്ടൊന്ന് വരാം. ആ വാക്യത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇസ്രായേൽ നിരകളെ മുഴുവൻ ഒരു മനുഷ്യൻ മുഖാമുഖത്ത് നോക്കി വെല്ലുവിളിക്കുക. അമാലിയക്കർ വെല്ലുവിളിച്ചത് ഫേസ് ടു ഫേസാ. ഇവിടെ ഗത്യനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നതും ഫേസ് ടു ഫേസാ. സ്തോത്രം. അവരുടെ വെല്ലുവിളി കേട്ടോണം. കൂട്ടത്തെ അല്ല, ഒരാളെയാ. ഗത്യനായ ഗോലിയാത്ത് എന്ന മല്ലൻ പറയുക, നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളെ വിട്, ഞാനും അവനും യുദ്ധം ചെയ്യാം. ഞാൻ ജയിച്ചാൽ നിങ്ങൾ എൻ്റെ അടിമ, നിങ്ങൾ ജയിച്ചാൽ ഞാൻ നിങ്ങളുടെ അടിമ. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. ഒറ്റയ്ക്കൊരു വെല്ലുവിളി വന്നാൽ എന്തോ ചെയ്യും? ഞാൻ ഈ മെസ്സേജ് പറയുമ്പം ഒറ്റയ്ക്ക് വെല്ലുവിളിയെ ഫേസ് ചെയ്യുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുക. നിന്റെ കൂടെ ആരും കാണത്തില്ല, പക്ഷെ നിന്റെ കൂടെ ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്നോട് ദൈവം പറയാം, നീ ഒറ്റയ്ക്ക് ചിലതിനെ ജയിക്കാൻ പോവുക, നീ ഒറ്റയ്ക്ക് ചിലതിനോട് പോരാടാൻ പോവുക, നീ ഒറ്റയ്ക്ക് ചിലതിനെ ജയിക്കാൻ പോവുക. അതിനുള്ള അഭിഷേകം ഇന്ന് രാത്രി നിനക്ക് തരുവാ ദൈവം. 39 ദിവസമായിട്ട് ഇവനിങ്ങനെ വന്ന് 4 അലർച്ചയൊക്കെ അലറുമ്പോൾ ഇസ്രായേലെല്ലാം കൂടെ പേടിച്ച് അവര് പുറകോട്ട് പോകും. അന്നേരമായി ദാവീദ് അപ്പപ്പൊതിയും കൊണ്ട് കളത്തിൽ വന്നപ്പോൾ ഇവൻ വെല്ലുവിളിക്കുക, ആരുണ്ട്? പിന്നെ ദാവീദ് തമാശ രൂപത്തിൽ ചോദിച്ചു, ഇവനെ കൊന്നു തന്നാൽ എന്തോ തരും? ഇവനെ കൊന്നു തന്നാൽ ചേട്ടന്മാർ പറഞ്ഞു, വീട്ടിൽ പോടെ ഇറക്ക, ഉച്ചാണ് നീളമുള്ള നീ എന്നാ ചെയ്യുമെന്ന പറഞ്ഞു, എനിക്ക് നീളം കുറവാ, പക്ഷെ പവിഴ നിറമുള്ളവൻ, കോമളൻ, സുന്ദരൻ. അത് നിങ്ങൾ കാണുന്ന എൻ്റെ മോഹരൂപമാണ്. നിങ്ങൾ കാണാത്ത മറ്റൊരു അഭിഷേകം എൻ്റെ ശിരസിനോട് ഒഴുകുന്നുണ്ട്. എൻ്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. അവന് മുമ്പിൽ അവൻ എൻ്റെ കൈ സ്ഥിരമായി അവൻ്റെ കൂടെ ഇരിക്കുമെന്ന വചനത്തിൻ്റെ വെളിപ്പാട്.